ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഒരു പ്രൊഡക്റ്റീവ് ഈവനിങ് വ്ളോഗ് ആട്ടെ. എൻ്റെ ഒരു ഈവനിങ് ഒരു പ്രൊഡക്റ്റീവ് ആക്കി എടുത്തത് എങ്ങനെയാണെന്ന് കാണാം. ഫസ്റ്റ് എൻ്റെ ഒരു 5:30 ആയപ്പോൾ ഞാൻ കുളിച്ച് വന്നിട്ട് സ്കിൻ കെയറും കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് ഞാൻ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് അടച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ പഴം കഴിച്ചിട്ട് മുറ്റത്തോട്ടൊന്ന് ഇറങ്ങി ആ സ്കൈയൊക്കെ കാണാം. അപ്പോഴത്തേക്കൊരു മൂണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ ഞാൻ അകത്ത് കയറി. സത്യം പറയല്ലോ ഒരു ബോർ ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പ്രൊഡക്റ്റീവ് ആക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. രാവിലെ തൊട്ട് വൈകിട്ട് വരെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ ഫുൾ എഡിറ്റിങ്ങിൻ്റെ പുറകിലായിരുന്നു. അപ്പോൾ ഇപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത് തുടങ്ങിയത് കേട്ടോ. ഫസ്റ്റ് ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ ഡ്രോയിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു കാണുന്ന ഇൻസ്പോ വെച്ചാണ് ഞാൻ ഡ്രോയിങ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിൻട്രസ്റ്റ് കണ്ട ഡ്രോയിങ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുതിയ ഡ്രോയിങ് ബുക്ക് കണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്ര പെർഫെക്റ്റ് അല്ല, എന്നാലും ഓക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതെല്ലാം ഒതുക്കി വെച്ചിട്ട് ഞാനൊരു ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു വിംബിക്കറ്റിൻ്റെ ഹാർഡ് ലക്ക് എന്ന് പറഞ്ഞൊരു ബുക്കായിരുന്നു. എൻ്റെ വീഡിയോ പണ്ട് തൊട്ടേ കാണുന്നവർക്ക് മനസ്സിലായി, കുറേ നാളുകൊണ്ട് ഈ ബുക്ക് വായിക്കാൻ തുടങ്ങുകയാണ്. ബട്ട് ഇതുവരെയായിട്ട് തീർന്നില്ല. എൻ്റെ മടി കാരണമാണ്. അടുത്ത വർഷമെങ്കിലും എനിക്ക് വായിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ 101ാമത്തെ പേജ് വരെയാണ് കേട്ടോ വായിച്ചത്. എന്നിട്ട് ഞാൻ ബാക്കി വായിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ അത് മൊത്തം നല്ലോണം വായിച്ചു. പിന്നെ ഞാൻ എടുത്തത് ഈ ഒരു പോയിൻറ്റ്ലെസ് ബുക്കാണ്. ഇതൊരു ആക്ടിവിറ്റി ബുക്ക് പോലെയാണ്. ബട്ട് എനിക്ക് ജേണലുമായിട്ട് തോന്നി, കാരണം കുറേ പ്ലാൻ ചെയ്യാനുള്ള ബക്കറ്റ് ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് കുറച്ച് നേരം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതും എൻ്റെ കയ്യിൽ പണ്ട് തൊട്ടുള്ളൊരു ബുക്കാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ. അപ്പോൾ അതൊക്കെ കുറച്ച് ചെയ്ത് ഞാൻ എല്ലാം ഒന്ന് ഒതുക്കി വെച്ചു. ആൻഡ് ആ ഒരു ഈവനിങ്ങിലെ മെയിൻ ടാസ്ക് എന്ന് പറയുമ്പോൾ ഒരു ക്ലീനിങ് ആയിട്ട് ഞാൻ രാവിലെ ചെയ്യാൻ വെച്ചതാണ്. പിന്നെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് വൈകിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെന്നെ മേക്കപ്പ് ഐറ്റംസ് ഇട്ട് വെക്കുന്ന ഓർഗനൈസറാണ്. എത്ര ക്ലീനാക്കിയാലും അത് ശരിയാവത്തില്ല. എൻ്റെ ഒരു ഇത് കാരണം അതങ്ങനെ തന്നെ ആവും ഗൈസ്. അപ്പം ഞാനെല്ലാം ഒന്ന് ഒതുക്കി, ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഓർഗനൈസേഴ്സിനാണ് അതിൻ്റെ അകത്തിട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒതുക്കി പറക്കി വെക്കുമായിരുന്നു കേട്ടോ. ഈ സത്യം പറഞ്ഞാൽ ഞാൻ മിക്ക ദിവസങ്ങളും ഒരു ബോർ ഡേ തന്നെയാണ്. പിന്നെ ഇന്ന് ഞാൻ കുറച്ചൊന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, പ്രൊഡക്റ്റീവ് ആണെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. ഞാൻ ഈ ടൈം ലാപ്സ് ഇട്ടിട്ട് ഞാൻ എവിടെയെങ്കിലും ഓർഗനൈസ് ചെയ്ത് വെക്കാട്ടോ. എന്നിട്ട് ഞാൻ നോക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ പിന്നെ ക്യാമറ ശരിയാണോ അങ്ങനെയൊക്കെ ഞാൻ നോക്കുന്നത് കേട്ടോ. സത്യം പറയാം, നമ്മൾ ആ ഒരു കോർണർ സെറ്റ് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് ഫുൾ കാര്യങ്ങളും അവിടെ നിന്ന് ചെയ്യാനാട്ടോ ഇഷ്ടം. അതുകൊണ്ട് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ആൻഡ് ഫൈനലി ഇത് ഡൺ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കുറച്ച് ദിവസത്തേക്ക് അതിൻ്റെ ഷോ ആയിരിക്കും. പിന്നെ അതെല്ലാം ഞാൻ പെട്ടിയിലാക്കി, ഒരു കുഞ്ഞു കുഞ്ഞു പെട്ടിയിലാക്കിയിട്ട് ഞാൻ ആ ഓർഗനൈസറിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, റൂം ടൂർ ചെയ്യുമെന്ന്. റൂം ടൂർ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഒരു ഏപ്രിൽ ആ ടൈമിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് റൂം മേക്കോറും കൂടെ ചെയ്തിട്ട് ഞാൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഫൈനലി അത് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ഞാൻ ജേർണലിങ് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടെ. ഒരു 31-ാം തീയതിയാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പം ഞാൻ അന്നത്തെ ഡേ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡേ ഓഫ് 2025 അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാൻ എഴുതി ജേർണൽ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എഴുതി. ഞാൻ സാധാ ഇങ്ങനെ ഒട്ടിച്ച് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് ടൈം ആയിരുന്നു ഇങ്ങനെ എഴുതി ചെയ്തത്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ചെയ്തു. ഇങ്ങനെയാണ് കേട്ടോ ഫൈനൽ ലുക്ക്. നെക്സ്റ്റ് ഇസ് ടു ഡു ലിസ്റ്റ് കട്ട് ചെയ്യുക. രാവിലെ എഴുതിയ ടു ഡു ലിസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. അതെൻ്റെ ഫേവറേറ്റ് പാർട്ടാണ്. നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടോ. ഇന്ന് ഞാൻ ആ 2 ഐറ്റമുകളാണ് ചെയ്യാതിരുന്നത്. ബാക്കിയെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങി. ഇതായിരുന്നു കേട്ടോ ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.